വിദേശികളുടെ ഒരു സംഘം ഇന്ത്യയിലെ ഒരു വില്ലേജ് സന്ദർശിക്കാനായിട്ട് ഇടയായി തീർന്നു. വില്ലേജ് സന്ദർശിച്ച അവസരത്തിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ അന്നത്തെ വിദേശ മിഷണറി സംഘം ചെയ്യുമായിരുന്നു. ഒരു ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ ഒരു 2 കാലിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ബാലനുണ്ടായിരുന്നു. അവന് ലക്ഷങ്ങൾ മുടക്കി അവർ 2 കാലിലും എഴുന്നേൽപ്പിച്ച് നടക്കാനായിട്ട് അവനെ പ്രാപ്തിപ്പെടുത്തിയതിനു ശേഷം അവർ വീണ്ടും തിരിച്ചുപോയി. ഏകദേശം 10-15 വർഷത്തിന് ശേഷം ഈ വിദേശികളുടെ സംഘം വീണ്ടും കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കടന്നു വന്ന അവസരത്തിൽ അന്ന് അവർക്ക് വലിയ ഓപ്പറേഷനൊക്കെ നടത്തി ഇന്നവനൊരു വലിയ യുവാവായി കാണുമെന്ന് അറിഞ്ഞ് ആ വിദേശികളുടെ സംഘത്തിൽ മുതിർന്ന ഒരു വ്യക്തി ആ കുഞ്ഞിനെ ഒന്ന് കാണാം എന്ന് ആഗ്രഹിച്ചു. കാണുവാനായിട്ട് ആഗ്രഹിച്ച് അവനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മുതിർന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന കുട്ടിയെ എനിക്ക് മനസ്സിലായി, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ ജയിലിലാണ് എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കാനായിട്ടിടയായി തീർന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ടീമിലെ മുതിർന്ന ഒരു വ്യക്തി രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, എന്ത് പറ്റി? ഒരു നല്ല കുടുംബമായിരുന്നല്ലോ, അവന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ച അവസരത്തിൽ രണ്ടാമത് പറഞ്ഞു ഉത്തരം, അവർക്ക് മുഖത്ത് അടിച്ച ഇരുട്ടത്ത് അടിയേറ്റതുപോലെയുള്ള മുഖത്തടിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുണ്ടായത്. പ്രകാരമാണ് പറഞ്ഞത്, നിങ്ങൾ അവന് കാലുകൾ നൽകി, എന്നാൽ നടക്കേണ്ടുന്ന പാത ഏതാണ് എന്ന് നിങ്ങൾ അവന് കാണിച്ചു കൊടുത്തില്ല. ഇത് ഒരു സംഭവ ചരിത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ചെറുപ്പത്തിൽ കൊടുക്കുവാൻ പറ്റുന്നതാണ് അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാലുകൾ നൽകുവാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇന്ന് ആരാധന മുടക്കി, സൺഡേ സ്കൂൾ മുടക്കിയൊക്കെ കുഞ്ഞുങ്ങളെ ഉന്നതമായ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുവാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്കും രക്ഷിക്കപ്പെടുന്നവരെന്ന് പറയുന്നവർക്കും ഒക്കെ വളരെ വക്രതയുള്ള ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, എന്നാൽ കൂടുതലും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കണ്ടുവരുന്നത്. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവവചനത്തിന് കൊടുത്താൽ ഈ ദൈവവചനമാണ്. ഇന്ന് ഈ ലോകത്ത് അനേകം പുസ്തകങ്ങളുണ്ട്, എന്നാൽ ജീവിക്കുന്ന ഒരു പുസ്തകം, ജീവിപ്പിക്കുന്ന ഒരു പുസ്തകം ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ വചനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടും അതിലൂടെ വളർത്താനായിട്ട് സാധിക്കണം. എനിക്ക് ഈ ദൈവവചനത്തിലൂടെ വളർത്തപ്പെട്ട ഒരു യോഗ്യത മാത്രമേ ഉള്ളൂ ഇന്ന് 2 വാക്ക് നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് എനിക്ക് പ്രാപ്തി ദൈവം നൽകിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു സമ്മാനം നല്ലൊരു ബൈബിൾ തന്നെ ആയിരിക്കട്ടെ. അവർക്ക് കാലുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നടക്കേണ്ടുന്ന പാത, അന്ധകാരത്തിൽ പ്രകാശമായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് കൊടുക്കാം. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇരിക്കട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സസ് 6-7 ഇപ്രകാരമാണ് പറയുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം, നിങ്ങളവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എല്ലാം അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇതിൽ പരമായിട്ട് കർത്താവിന് നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. 28-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഒരു കണ്ടീഷൻ ഉണ്ട്. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഒരിക്കലും താഴ്ച പ്രാപിക്കുകയില്ല. 13-ാമത്തെ വാക്യം, ഉയർച്ച തന്നെ പ്രാപിച്ചുകൊണ്ടിരിക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഒറ്റ കണ്ടീഷൻ, ഈ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതുകൊണ്ട് വേദപുസ്തക സമൂഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബൈബിൾ കൊടുക്കുക ഹൃദയഭാഷയിൽ. ആയിരങ്ങൾ ഇന്ന് ബൈബിളില്ലാതെ, അവരുടെ ഹൃദയഭാഷയിൽ ബൈബിളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പം നമ്മുടെ കൈത്താങ്ങലുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, എനിക്ക് ഓർപ്പിക്കാനുള്ളത്, എൻകറേജ് ചെയ്യാനുള്ളത്, നമ്മുടെ വർഷത്തിലെ 1% വേദപുസ്തക സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഈ വേദപുസ്തക സമൂഹത്തിന് വേണ്ടി ഒരുപക്ഷെ അതിന് കൊടുക്കാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ആ വേദപുസ്തക സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദൈവവചനം സകലരിലേക്കും എത്തുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.